എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊരു 10-12 കൊല്ലം പഠിച്ചു, പരീക്ഷ എഴുതി, പാസ്സായി, എന്നിട്ട് എൻട്രൻസിന് വേണ്ടി രാത്രി മൊത്തം കുത്തിയിരുന്ന് നോക്കി, എന്നിട്ട് നല്ലൊരു റാങ്കൊക്കെ വാങ്ങിച്ചെന്ന് കരുതുക. പക്ഷെ നിങ്ങൾ എടുക്കുന്ന കോളേജ് തെറ്റിപ്പോയി, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കോഴ്സ് തെറ്റിപ്പോയി എങ്കിൽ നിങ്ങൾ 4 കൊല്ലം ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. വെയിറ്റ്, ആരും പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് കാര്യം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ പറഞ്ഞ കാര്യം സത്യം തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കീം റാങ്കൊക്കെ വന്നു കഴിഞ്ഞു, ഇനി ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യാൻ സമയമായി അല്ലേ. ഇനി അതിൽ ഒരുപാട് തെറ്റൊക്കെ ഉണ്ടെന്ന് പറയുന്നു, ഒരുപാട് മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ട്, കുറേ കോൺട്രവേഴ്സീസ് ഒക്കെ നടക്കുന്നുണ്ട്, കോർട്ടിൽ പോകുമെന്ന് പറയുന്നുണ്ട്. സോ എന്നിരുന്നാലും നമുക്ക് ഏതൊക്കെയാണ് ഇനി പോകാൻ പറ്റുന്ന ഒരു കോളേജ്, അതൊക്കെ നോക്കി വെക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോളേജ്, നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സ്. കാരണം നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഷ്ടപ്പെടുന്നതായിട്ട് തോന്നില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റൂ. അങ്ങനെ കണ്ടുപിടിക്കേണ്ട കുറച്ച് പോയിന്റ്സുകൾ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അവിടെ ലഭ്യമായിട്ടുള്ള അക്കാദമിക് പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. കാരണം കൺവെൻഷനായി നമ്മൾ തുടർന്ന് വരുന്ന ഒരുപാട് കോഴ്സുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ മെക്കാനിക്കൽ ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, സിവിൽ ആയിക്കോട്ടെ. പക്ഷെ അതൊന്നുമല്ലാതെ ഒരുപാട് നൂതന കോഴ്സുകൾ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ മെക്കട്രോണിക്സ്, അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള ഒരുപാട് ന്യൂ ടെക്നോളജി, നൂതനമായിട്ടുള്ള കോഴ്സുകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് അവിടെ ലഭ്യമായിട്ടുള്ളത്, ഏതൊക്കെ കോഴ്സാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാ എന്ന് കൂടി നിങ്ങൾ തിരിച്ചറിയണം. അടുത്തതാണ് അവിടുത്തെ ക്യാമ്പസ് ഫെസിലിറ്റീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. നമുക്കറിയാം ബിടെക് ആണ്, പണ്ടത്തെ പോലത്തെ സാധാ ഒരു ഡിഗ്രി അല്ല, നിങ്ങൾ പ്രൊഫഷണൽ ഡിഗ്രിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ക്യാമ്പസ് ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ്, അവിടുത്തെ ഫാബ് ലാബ് ഉണ്ടോ, ലാബ് സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണോ, ടോപ്പ് ലെവലാണോ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, ഒരുപാട് ഹാക്കത്തോണും അതുപോലത്തെയുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ടതാണ് അല്ലേ. നമ്മളൊരു ടെക്നിക്കലായിട്ടുള്ള മേഖലയിലേക്ക് പോവുകയാണ്, നമ്മൾ ബുക്കിൽ നിന്നും ടെക്നോളജി പരമായിട്ടുള്ള മേഖലയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ കോളേജ് അത്ര ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അതിനുള്ള ഒരു സൗകര്യം കൂടി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തായിട്ടാണ് അവിടുത്തെ നോട്ടബിൾ അലുമിനി ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. അതായത് നമ്മളൊരു കോളേജിലേക്ക് പോകുമ്പോൾ ആ കോളേജിൽ മുന്നേ പഠിച്ചവർ, അവർക്ക് ഇപ്പോൾ ഏത് ലെവലിലാണുള്ളത്, അവിടെ പഠിച്ചവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടോ, അവരൊക്കെ വലിയ ഹൈ പൊസിഷനിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ, അവിടുത്തെ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്. പ്ലേസ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് അവസാനം പറയാം, കാരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, പ്ലേസ്മെൻറ്റ്. അതിനെക്കുറിച്ച് നമുക്ക് അവസാനം പറയാം. അങ്ങനെ അവരുടെ അച്ചീവ്മെൻറ്റ്സ് എന്താ, അതൊക്കെ ഒന്ന് നോക്ക്, ജസ്റ്റ് റെഫർ ചെയ്യുക. നമ്മൾ എന്തൊക്കെ കാര്യത്തിന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ ജസ്റ്റ് ഒന്ന് സർഫ് ചെയ്ത് നോക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അടുത്തതാണ് പാസ് ഔട്ട് സ്റ്റുഡൻസിൻ്റെ ഒപ്പീനിയൻസ്. ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അവിടെ പഠിച്ചുള്ള കുട്ടികളുടെ ഒപ്പീനിയൻസ് എന്താണ്. അത് കേവലം ഒരു കുട്ടിയുടെ മാത്രം ഒപ്പീനിയൻ എടുത്താൽ പോരാ, ഒരു മിനിമം ഒരു 2-3 കുട്ടികളുടെ എങ്കിലും അഭിപ്രായം തേടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരുത്തൻ അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് ഒഴിപ്പിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവനോട് ചോദിച്ചാൽ അവൻ എന്തായാലും ആ കോളേജിനെ പറ്റി കുറ്റം മാത്രമേ പറയാനുണ്ടാവൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെക്കൻ പോയിട്ട് അവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അവൻ പണ്ട് മുതലേ +2-ലും 10-ലൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പഠിക്കുന്ന ചെക്കനാണ്. അപ്പോൾ കുട്ടികളുടെ കഴിവനുസരിച്ചിട്ട് അവിടെ അഭിപ്രായം അവർ എത്തിപ്പെടുന്ന മേഖലയൊക്കെ മാറും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 4-5 കുട്ടികളൊക്കെ, 4-5 സീനിയേഴ്സിനൊക്കെ കാണുക പറ്റുവാണെങ്കിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ആരും കോൺടാക്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോളേജിലായിട്ട് നമുക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായം എന്താ, ആ കോളേജിനെ പറ്റി, അവിടുത്തെ പ്ലേസ്മെൻറ്റിനെ പറ്റി, അവിടുത്തെ അന്തരീക്ഷത്തെ പറ്റി, ലൈഫിനെ പറ്റി. അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായം അവർ അറിയുന്നത് നല്ലത് തന്നെയായിരിക്കും. അടുത്താണ് വൈബ്രൻറ്റ് ക്യാമ്പസ് ലൈഫ്. നമുക്കറിയാം നമ്മളിപ്പോൾ കോളേജിലൊക്കെ പോകുന്നത് കുറേ ഒരു പ്രതീക്ഷകളോടെ ആയിരിക്കും അല്ലേ. ഒരുപാട് ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഒരു തമ്പനിയിൽ ക്യൂൻ സിനിമയിൽ അതൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ചിലപ്പോൾ നിങ്ങൾ പോകുന്നത് ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കോളേജിലൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ കൂടുതൽ ക്യാമ്പസ് ലൈഫുള്ള ഒരു കോളേജും ഉണ്ടാകും. അപ്പോൾ പല കുട്ടികൾക്കും പല ഒരു ആഗ്രഹമാണല്ലേ. ചില കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്ന കുട്ടികളുണ്ടാകും, ചില കുട്ടികളാണെങ്കിൽ ഭയങ്കര ലൈഫ് സെറ്റാക്കാൻ പോകുന്ന കുട്ടികളുണ്ടാകും, ചില കുട്ടികളാണെങ്കിൽ ഒരു ലൈഫ് വേണം, ഒരു ജോലി വേണം, അങ്ങനെ ഒരു മാതിരി ഒരു ആവറേജ് മിക്സ്ചർ പോലുള്ള എല്ലാം മിതം എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ച് പോകുന്ന കുട്ടികളുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ അതും കൂടി ക്യാമ്പസ് ലൈഫ് എങ്ങനെയാവും. ഇപ്പോൾ ചില ഗവൺമെൻറ് കോളേജുകളുണ്ട്, പ്രൈവറ്റ് കോളേജുകളുണ്ട് അല്ലേ. രണ്ടിൻ്റെതായ ഗുണമുണ്ട് ദോഷമുണ്ട്. പ്രൈവറ്റ് കോളേജുകൾ മോശമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ഗവൺമെൻറ് കോളേജുകൾ വളരെയധികം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ഫീസ് കൂടുതലായിരിക്കും, ഇവിടെ ഫീസ് കുറവായിരിക്കാം. അവിടെ സ്ട്രിക്റ്റ് ക്യാമ്പസ് ലൈഫ് ആയിരിക്കാം, ഇവിടെ ഒരുമാതിരി അഴിഞ്ഞാടിയ പോലെ ആയിരിക്കാം ചിലപ്പോൾ അല്ലേ. ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ട്, അതും കൂടി നോക്കുക. പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് വേണോ പ്രൈവറ്റ് വേണോ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ കൂടിയിരുന്ന് ആലോചിക്കുക, എനിക്ക് നല്ല റാങ്ക് ഉണ്ടോ, ഗവൺമെൻറ്റിലേക്ക് പോകാൻ പറ്റുമോ, പ്രൈവറ്റിലേക്ക് പോകണോ. പിന്നെ ഇപ്പോൾ ഒരു എടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ പ്ലേസ്മെന്റ് നോക്കും. അതായത് ഇപ്പോൾ CET പോലുള്ള ഒരു കോളേജുകളാണെങ്കിൽ ഭയങ്കര റാങ്ക് ഒക്കെ വേണ്ടി
ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് വേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എനിക്കിപ്പോൾ CET പോകണമെങ്കിൽ അത്യാവശ്യം നല്ല റാങ്ക് വേണം അല്ലേ? കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ അത്യാവശ്യം നല്ല റാങ്ക് വേണം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ റാങ്ക് കുറച്ച് കുറഞ്ഞു. അപ്പോൾ CET എനിക്ക് ആ കോളേജ് വേണം, അതായത് കോഴ്സ് എനിക്ക് അത്ര ഒരു പ്രാധാന്യമില്ല, കോളേജ് വേണം. അപ്പോൾ നമുക്ക് ഒരു കമ്പ്യൂട്ടർ സയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക്സ് ആയിട്ട് ഞാൻ എടുക്കും. എന്നിട്ട് എന്താ 4 കൊല്ലം പഠിച്ചിട്ട് ലാസ്റ്റ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്ലേസ്മെൻറ്റിൽ ഞാൻ പോയിട്ട് ഇരിക്കും. എന്നിട്ട് അങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ അങ്ങനെ പ്ലേസ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സിവിലിൽ പഠിച്ചവരൊക്കെ കമ്പ്യൂട്ടർ സയൻസിൽ പ്ലേസ്മെൻറ്റിലൊക്കെ ഇരുന്നിട്ട് നല്ല IT കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടാക്ടിക്സ് കൂടി ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് കുട്ടികളൊക്കെ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ എടുക്കുന്ന കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ആ കോളേജിൽ എത്തിപ്പെടുക എന്ന് മാത്രം കരുതി ഒരു കോഴ്സൊക്കെ എടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഭാവിയിലേക്ക് ചിലപ്പോൾ ഒരു ദോഷം ഉണ്ടാവും, അറിയില്ല. ഇതിപ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് കണ്ണും പൂട്ടി ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെ ആ കോളേജിൽ പെർഫോം ചെയ്യുന്നു, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനനുസരിച്ചും കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്ലേസ്മെൻറ്റ്സ് വളരെയധികം ഇമ്പോർട്ടൻറ്റ്. ആ കോളേജിൽ എങ്ങനെയാണ് പ്ലേസ്മെൻറ്റ്, ഇപ്പോൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും ആ ഒരു കോളേജിൻ്റെ പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റസുകൾ എങ്ങനെയാണ്, കഴിഞ്ഞ പോലെ എത്ര കുട്ടികളാണ് അവിടെ പ്ലേസ്ഡായി പോയത്, വലിയ വലിയ കമ്പനികൾ വരുന്നുണ്ടോ, പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോലി കിട്ടുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിന്നെ അതേപോലെ തന്നെയാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അല്ലേ? ആ കോളേജിലേക്ക് കഴിഞ്ഞ കൊല്ലം അവസാനം വന്ന കുട്ടിയുടെ റാങ്ക് എത്ര. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഏകദേശം ഒരു കണക്ക് കിട്ടും. കഴിഞ്ഞ കൊല്ലം 4000 റാങ്ക് ഉള്ളവർക്ക് വരെ ആ ഒരു ബ്രാഞ്ചിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു റാങ്ക് 4200 അല്ലെങ്കിൽ ഒരു 3800. അപ്പോൾ എനിക്ക് ചിലപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുവേണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിന് കൊടുക്കാൻ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ബെസ്റ്റ് കോളേജസിൻ്റെ ലിസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു കറക്റ്റ് ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റുമെന്നല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനറൽ ആയിട്ടായിരിക്കും ലിസ്റ്റ് തയ്യാറാക്കും. അപ്പോൾ ശരിക്കും ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു, അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന എല്ലാ കോളേജുകളുടെ പേര് നമ്മൾക്ക് പറയാൻ പറ്റണം. അതുപോലെ ഇലക്ട്രോണിക്സ് എടുത്തു, അപ്പോൾ ഇലക്ട്രോണിക്സിൽ ടോപ്പ് നിൽക്കുന്ന ഒരുപാട് കോളേജസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓവറോൾ നോക്കിയിട്ട് ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന, കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തിൻ്റെ അടുക്ക് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കോളേജസ് ആണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് IEEE, ISTE, IEDC, സ്റ്റാർട്ടപ്പ് മിഷൻ, ADC ഒക്കെ പോലുള്ള ഒരുപാട് ടെക്നിക്കൽ ക്ലബ്സ് ഒക്കെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം അതിലൊക്കെ ജോയിൻ ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം അതൊക്കെ ഒരുപാട് എക്സ്പോഷർ കൂട്ടുന്ന ഒരു സംഭവമാണ്. നമുക്ക് അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യാം അല്ലേ? എഞ്ചിനീയറിംഗ് കോളേജിൽ എന്തൊക്കെയാണ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വരുന്ന കോളേജ് ഏതാണ്? നമ്മളിപ്പോൾ കേരളത്തിലുള്ള ടോപ്പ് ലെവൽ കോളേജ് എടുത്താൽ അതിൽ NITയും പിന്നെ IIST ട്രിവാൻഡ്രം ഒക്കെയാണ്. പക്ഷേ അതൊക്കെ JEE മെയിൻസും JEE അഡ്വാൻസും ആണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന എക്സാം കീം ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ കീം വെച്ച് കിട്ടാവുന്ന ഏറ്റവും മികച്ച കോളേജ് എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് വായിൽ വരുന്ന ആദ്യത്തെ ഉത്തരം തന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എന്ന് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് കൂടിയാണ്. 1939 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത്രയും കാലത്ത് ഒരു പഴക്കം, അത്രയും കാലത്ത് ഒരു എക്സ്പീരിയൻസ്, അത്രയും കാലത്ത് ഒരു അലുമിനി കൂട്ടായ്മ തന്നെ ഇവിടെയുണ്ട്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു പ്ലേസ്മെൻറ്റ് സപ്പോർട്ടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻ്റ് ഒക്കെ നടക്കുന്ന ഒരു കോളേജ് തന്നെയാണ് CET എന്ന് പറയുന്നത്. അതിലാർക്കും തർക്കമൊന്നുമില്ല. നല്ലൊരു ക്യാമ്പസ് ലൈഫാണ്. പിന്നെ സ്പോർട്സിനും അത്യാവശ്യം നല്ല ഒരു പ്രിഫറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെയുള്ള ഒരുപാട് നൂതന കോഴ്സ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു മോഡേൺ ഡേ കോഴ്സ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സയൻസ് പോലുള്ള കോഴ്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കോഴ്സ്, ഇപ്പോൾ സാധാരണ എടുക്കുന്ന കോഴ്സ് അല്ലാതെ ഇങ്ങനത്തെ കുറച്ച് കോഴ്സുകളൊക്കെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. കാരണം ഇതൊക്കെയാണ് ഇനി AI ഒക്കെയാണ് ഇനി ഫ്യൂച്ചർ. അപ്പോൾ അതിനൊക്കെ ആയിരിക്കും ഡിമാൻഡ് അല്ലേ? അത്യാവശ്യം നല്ല പ്ലേസ്മെൻ്റ് ആണ്. പിന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കി നമുക്ക് മനസ്സിലാവും. ടോപ്പ് നിൽക്കുന്ന കോളേജ് ആകുമ്പോൾ ടോപ്പ് നിൽക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ പ്രിഫർ ചെയ്യും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു റാങ്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ CET അഡ്മിഷൻ കിട്ടാവുന്നതാണ്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട അലുമിനീസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ G. മാധവൻ നായർ സാർ നമ്മളെ ISRO ചെയർമാനൊക്കെ ആയിരുന്നു. പിന്നെ അതേപോലെ ബേസിൽ ജോസഫ്, സംവിധായകൻ നടനുമായിട്ടുള്ള ബേസിൽ ജോസഫ് ഒക്കെ CET അലുമിനിയാണ്. പിന്നെ ഒരുപാട് നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുകയാണെങ്കിൽ അവിടെ 2 തരത്തിലുള്ള ഫെസ്റ്റൊക്കെ ഉണ്ട്. ടെക്നിക്കൽ ഫെസ്റ്റും ഉണ്ട്, കൾച്ചറൽ ഫെസ്റ്റും ഉണ്ട്. അപ്പോൾ ഇവരുടെ കൾച്ചറൽ ഫെസ്റ്റാണ് ധ്വനി, അതേപോലെ ടെക് ഫെസ്റ്റാണ് ദൃഷ്ടി പോലുള്ളവ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് 4 കൊല്ലം പഠിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് അതിലൊക്കെ ഒന്ന് പോയി നോക്കുക. നിങ്ങളിപ്പോൾ വേറെ കോളേജിലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ കോളേജിലേക്ക് വന്ന് അങ്ങനത്തെ ഫെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, കോമ്പറ്റീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നമ്മളെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പേര് അറിയിച്ചിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ് CET. സോ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസായി നമ്മളിപ്പോഴും വെക്കുന്ന ഒരു കോളേജ് തന്നെയാണ് CET. അടുത്തൊരു കോളേജ് എന്തെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, അല്ലെ നമ്മളെ വടക്കുന്നാഥൻ്റെ മണ്ണിലുള്ള ഒരു കോളേജ് തന്നെയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്ന കോളേജാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇയർ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ, വെബ്സൈറ്റിലൊക്കെ നോക്കുമ്പോൾ നല്ല അത്യാവശ്യം സ്റ്റുഡൻസ് ഒക്കെ നല്ല രീതിയിൽ പ്ലേസ്ഡ് ആയി പോയിട്ടുണ്ട്. നല്ല ഹൈ ലെവൽ പാക്കേജിലൊക്കെ പ്ലേസ്ഡ് ആയി പോയ സ്റ്റുഡൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കൾച്ചറൽ ഫെസ്റ്റിൻ്റെ പേരാണ് ദ്യുതി എന്ന് പറയുന്നത്. ദ്യുതിയാണ് ഇവിടുത്തെ കൾച്ചറൽ ഫെസ്റ്റ്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട അലുമിനീസ് എന്ന് പറയുന്നത് ഡോക്ടർ K. രാധാകൃഷ്ണൻ ISRO മുൻ ചെയർമാനായിരുന്നു. പിന്നെ അതേപോലെ ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്ന് പറയുന്ന ടെസി തോമസ് മാഡം, ഇവരൊക്കെയാണ് ഇവിടുത്തെ അലുമിനീസ് എന്ന് പറയുന്ന ശ്രീകുമാരൻ തമ്പി സാറ്. സോ ഒരുപാട് മഹാന്മാരൊക്കെ പഠിച്ചിട്ടുള്ളൊരു കോളേജ് തന്നെയാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ എന്ന് പറയുന്നത്.
മൂന്നാമത്തെ ഒരു കോളേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര MEEC. ഈ കോളേജിനെ പറ്റി ഞാൻ പറയാം. ഇതൊരു ഹിഡൻ ജെമ്മാണ്. ഹിഡൻ ജെം എന്ന് പറഞ്ഞാൽ അധികം ആരും പേരധികം എടുത്തു പറയാത്തൊരു കോളേജ് തന്നെയാണ്. ഞാൻ പറയുന്നുണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ടെക്കാണ് അല്ലേ. അപ്പോൾ ഒരു ടെക്കുകളുടെ ഒരു കൂട്ടമായി തന്നെ ഒരു നോക്കാവുന്ന ഒരു കോളേജ് തന്നെയാണ് ഗവൺമെൻറ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്കൊരു പ്രൊമിസിംഗ് ആയിട്ടുള്ള മികച്ച പ്ലേസ്മെൻറ്റ്, അതുപോലെ ചിലപ്പോൾ ഒരു സ്ട്രിക്റ്റ് ക്യാമ്പസ് ലൈഫ് ഒക്കെ ആയിരിക്കാം, പക്ഷേ ഒരു 4 കൊല്ലം നിങ്ങൾ പഠിച്ചിറങ്ങി വരുമ്പോൾ ഏറ്റവും അധികം പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു കോളേജ് തന്നെയാണ്. നമ്മൾ അധികാരം അങ്ങനെ പേരൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. പിന്നെ നമുക്കറിയാം കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് പല കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജിലും ഒരു ആർട്സ് കോളേജ് ലെവലിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ടെക് പരമായിട്ടുള്ള സംഭവങ്ങളൊന്നും നടക്കാതെ കുറേ ആർട്സും ഡാൻസും അതൊക്കെ കുത്തിക്കയറ്റിക്കൊണ്ടുള്ള ഒരു പ്രവണതയാണ് നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഓപ്പോസിറ്റായിട്ട് നല്ലൊരു ടെക് കൾച്ചർ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന, ഇതിനെ ഒരു പിന്താങ്ങുന്ന ഒരു കോളേജ് തന്നെയാണ് ഗവൺമെൻറ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. അപ്പോൾ ഇവിടുത്തെ ഒരു ടെക് ഫെസ്റ്റിൻ്റെ പേരാണ് എക്സൽ. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ കോളേജിനെ പറ്റി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് വളരെയധികം നന്നായിരിക്കും. നമ്മുടെ ലിസ്റ്റിൽ അടുത്തുള്ള കോളേജാണ് TKM കോളേജ് ഓഫ് കൊല്ലം. കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്ന തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. മുൻനിരയിലുള്ള ഒരു കോളേജ് തന്നെയാണ്. കേരളത്തിലെ ടോപ്പ് 5 കോളേജുകളിൽ പെട്ട ഒരു കോളേജ് തന്നെയാണ്. അത്യാവശ്യം നല്ല വാങ്ങിലുള്ള ഒരു പ്ലേസ്മെൻ്റ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് കൊല്ലത്ത്. സ്ട്രോങ് അലുമിനി നെറ്റ്വർക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ആ കോളേജിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലുമിനി നെറ്റ്വർക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പല പ്ലേസ്മെൻറ്റും വരുന്നത് അവിടുത്തെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് സെല്ലുണ്ടാവും, പക്ഷേ എന്നിരുന്നാൽ തന്നെ അലുമിനീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു കമ്പനികളിൽ നിന്ന് കോളേജിലേക്ക് ഇൻവിറ്റേഷൻ കൊണ്ടുവരും. അപ്പം അങ്ങനെ അലുമിനി മുഖേന വരുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് എന്ത് കിട്ടും, അവിടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അങ്ങനെ പല പല കമ്പനികൾ വരും. അപ്പോൾ അലുമിനിക്കാരനെ നമ്മളെ കോളേജിനൊന്ന് സ്ട്രോങ് ആക്കണം. നമ്മളെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടണം എന്ന് പറയുമ്പോൾ ആ കോളേജ് തന്നെയാണ് ബെനിഫിറ്റ് അല്ലേ, അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് തന്നെയാണ് ബെനിഫിറ്റ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ നല്ലൊരു അലുമിനി കൂട്ടായ്മ ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. പിന്നെ ഇവിടുത്തെ കൾച്ചറൽ ഫെസ്റ്റാണ് ഹെസ്റ്റിയ. ഇവിടെ പഠിച്ച അലുമിനീസ് സോമനാഥ് സാർ ISRO ചെയർമാനാണ്. പിന്നെ ജയചന്ദ്രൻ, നമ്മളെ മ്യൂസീഷ്യൻ ജയചന്ദ്രൻ. പിന്നെ ഇവിടുത്തെ മീഡിയ ടീമൊക്കെ വളരെ ആക്റ്റീവാണെന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പോൾ നല്ല തട്ടുപൊളിപ്പൻ വീഡിയോ ഒക്കെ കാണാറുണ്ട് TKM കോളേജിൽ. സോ അത്യാവശ്യം നല്ലൊരു കോളേജ് തന്നെയാണ് TKM. നമ്മുടെ ലിസ്റ്റിൽ അടുത്ത് വരുന്ന കോളേജ് RIT കോട്ടയാണ്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. നല്ല പീസ്, നല്ലൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ്. 2022 എന്തോ IEEE പരിപാടിക്ക് വേണ്ടി പോയിട്ടുണ്ട്. ഒരുപാട് കാടൊക്കെ ഉള്ള ഒരു കോളേജാണെന്ന് തോന്നുന്നു. നല്ലൊരു അത്യാവശ്യം കൊള്ളാം, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ്. പിന്നെ പ്രകൃതി രമണീയമായ ഒരു കോളേജാണ്. പിന്നെ ഇവിടുത്തെ കൾച്ചറൽ ഫെസ്റ്റാണ് ഋതു. നിങ്ങൾക്ക് നോക്കാൻ പറ്റാവുന്ന ഒരുപാട് നല്ല കോഴ്സുകളൊക്കെ ഉണ്ട്. ഗവൺമെൻറ് കോളേജാണ്. സോ RIT ഓൾസോ നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് വെക്കുമ്പോൾ, ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഒരു കോളേജ് തന്നെയാണ് RIT. അത്യാവശ്യം നല്ല കോളേജ് തന്നെയാണ്. ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്. നല്ല പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ട്. വലിയൊരു ക്യാമ്പസാണ്. വലിയൊരു ക്യാമ്പസ് ലൈഫ് തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. ഇവിടുത്തെ നാഷണൽ ലെവൽ ടെക് ഫെസ്റ്റാണ് തക്ഷക് എന്ന് പറയുന്നത്. തക്ഷക് ഓർമ്മിച്ച് വെച്ചോളൂ. അടുത്ത കോളേജാണ് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, NSS പാലക്കാട് എന്ന് പറയുന്നത്. ഒരു അപ്കമിങ് പ്രൊമിസിംഗ് ആയിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ്. കൂടുതൽ പ്ലേസ്മെൻ്റ് ഒക്കെ വരുന്നു. നല്ലൊരു അലുമിനി സപ്പോർട്ടൊക്കെ അവിടെ ഉണ്ട്. അടുത്ത കാലത്ത് ഒരു 4-5 കൊല്ലമായിട്ട് നല്ല ബൂമിംഗ് ആയിട്ട് വരുന്ന ഒരു കോളേജ് തന്നെയാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നു, ക്ലബ്സ് ഒക്കെ നടക്കുന്നത് ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുന്നു. നല്ലൊരു പോസിറ്റീവ് കിട്ടിയ ഒരു കോളേജ് തന്നെയാണ്. ഇവിടുത്തെ അലുമിനീസ്, പ്രമുഖന്മാരായ അലുമിനീസ് എന്ന് പറയുന്നത് പ്രശാന്ത് നായരാണ്. ഇന്ത്യ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറാണ്, ടെസ്റ്റ് പൈലറ്റ്. ആൻഡ് ഇവിടുത്തെ ടെക് ഫെസ്റ്റിൻ്റെ പേരാണ് ദുക്ഷ എന്ന് പറയുന്നത്. പാലക്കാട് തന്നെ 2 പ്രമുഖ കോളേജ്, ഒന്ന് NSS കോളേജും പിന്നെ ഒന്ന് GEC പാലക്കാടുമാണ്. രണ്ടും വേറെ വേറെ കോളേജാണ്. ലിസ്റ്റിൽ അടുത്തതായിട്ടുള്ള കോളേജ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂറാണ്. GEC കണ്ണൂർ. ഞാൻ പഠിച്ച കോളേജാണ്. ആ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ആകുന്നു. നമ്മൾ പഠിച്ച കോളേജ് അങ്ങനെയാണ്. നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു വേറെ തന്നെ ഫീലിംഗ് അല്ല. ഞാൻ പഠിച്ച കോളേജാണ്. എനിക്ക് കീമിൽ 1978 റാങ്ക്. എവിടെയായിരുന്നു പഠിച്ചത്. അത്യാവശ്യം നല്ല പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ട്. നമ്മളൊരു ബിഹൈൻഡ് ചെയ്ത് എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മളൊരു ലാക്ക് ചെയ്ത ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു അലുമിനി കൂട്ടായ്മ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2-3 കൊല്ലമായിട്ട് SIAC ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾക്കിപ്പോൾ നല്ലൊരു അലുമിനീസ് ഒക്കെ ഉണ്ട്, നല്ലൊരു അലുമിനി ഗ്യാങ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. സോ ഉത്തര കേരളത്തിലുള്ള ഒരു മികച്ച കോളേജ് തന്നെയാണ് GCA കണ്ണൂർ. വലിയൊരു ക്യാമ്പസാണ്. സ്പോർട്സിനൊക്കെ നല്ല പ്രാധാന്യം നൽകുന്നുണ്ട്. ഇവിടുത്തെ അലുമിനീസ് നമുക്കറിയാം ബൈജു സാപ്പിൻ്റെ ബൈജു രവീന്ദ്രൻ, ഹരികിഷോർ IAS, ഒരുപാട് നല്ല പ്രമുഖന്മാരൊക്കെ പഠിച്ച കോളേജാണ്. സോ ഇവിടുത്തെ ടെക് ഫെസ്റ്റിൻ്റെ പേരാണ് എക്സ്പ്ലോർ. പിന്നെ ആവേഗ. ഒരുപാട് നല്ല പരിപാടീസൊക്കെ നടക്കുന്നുണ്ട്. സോ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു കോളേജ് തന്നെയാണ് GCA കണ്ണൂർ. ലിസ്റ്റിൽ അടുത്തുള്ള കോളേജ് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കാക്കനാടാണ്. നമുക്കറിയാം, എന്താ ആ ഫോട്ടോ ഒക്കെ കണ്ടാൽ തന്നെ അറിയാം
അതൊരു പ്രൈവറ്റ് കോളേജാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്ട്രിക്റ്റ് ലൈഫും അതിൻ്റേതായ ഒരു പ്ലേസ്മെൻറ്റും അതിൻ്റേതായ ഒരു എക്സ്പോഷറൊക്കെ നിങ്ങൾക്ക് ഉറപ്പായും കിട്ടും അല്ലേ. അപ്പം നിങ്ങൾ ഇവിടെയൊക്കെ പഠിച്ച കുട്ടികളോട് ചോദിക്കുക എങ്ങനെയാണ് അവിടുത്തെ ലൈഫ്, എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് എന്തായാലും അവിടുത്തെ അലുമിനീസ് അല്ലെങ്കിൽ അവിടെ പഠിച്ചിറങ്ങിയവരോട് എന്തായാലും ചോദിക്കേണ്ടി വരും, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക ഓരോ കോളേജിലേക്ക് പോകുന്നതിന് മുന്നേ. അത് നിങ്ങൾക്ക് എന്തായാലും ഒരു ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ ഇവിടുത്തെ അലുമിനീസാണ് ജേക്സ് ബിജോയ്, നമുക്കറിയാം തുടരും, നരിവേട്ട, കിങ് ഓഫ് കൊത്ത പോലുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളുടെയൊക്കെ മ്യൂസിക് ഡയറക്ടർ ജേക്സ് ബിജോയ്. പിന്നെ ഇവിടുത്തെ ടെക് ഫെസ്റ്റാണ് അഭിയത്രി. പിന്നെ ഇവിടുത്തെ ആർട്ട് ഫെസ്റ്റിവലാണ് ഭരതം. പിന്നെ ടെക് ഫെസ്റ്റിലൊക്കെ നടക്കുന്നുണ്ട്. സോ നല്ലൊരു കോളേജ് തന്നെയാണ് എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കാക്കനാട്. അടുത്താണ് മിഡ്സ്, മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. ഇതും എറണാകുളത്തുള്ള ഒരു കോളേജാണ്, പ്രൈവറ്റ് കോളേജാണ്. മോഡേൺ ലാബ്, അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഒക്കെ നടക്കുന്നത്. നിങ്ങൾ പ്രൈവറ്റ് കോളേജിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായ ഫെസിലിറ്റീസ് ഒക്കെ കിട്ടുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. പിന്നെ ആക്റ്റീവ് പ്ലേസ്മെൻറ്റ്സ് എല്ലാം. പ്രൈവറ്റ് കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ റൺ ചെയ്യുന്നത് എന്താ, പ്ലേസ്മെൻറ്റിലായിരിക്കും അല്ലേ. അവർക്ക് ഒരു 4 കൊല്ലം കഴിയുമ്പോൾ കുറേ പോസ്റ്ററിലൊക്കെ കാണിക്കണം, അവർക്ക് അതായത് റിസൾട്ട് കാണിക്കണം. എന്തെന്ന് വെച്ചാൽ ഈ കോളേജിൽ പഠിച്ച ഇത്രയധികം പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവർ നല്ലൊരു പട്ടിപ്പണി തന്നെ എടുക്കും, കാരണം കുട്ടികളെ പ്ലേസ്ഡ് ആക്കാൻ, ഹൈ പാക്കേജിലൊക്കെ പ്ലേസ്ഡ് ആക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഗുണങ്ങളിപ്പോൾ പ്രൈവറ്റ് പോയാലുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഫീസായാലും മറ്റേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കൊരു റിഗ്രറ്റ് വന്നൂടെ, ആ കോളേജിൽ പോവായിരുന്നു, ഈ കോളേജിൽ പോവായിരുന്നു എന്നൊക്കെ റിഗ്രറ്റ് വന്നൂടെ. നിങ്ങൾ ആകെ മൊത്തം ടോട്ടൽ ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. ഇവിടുത്തെ ആർട്ട് ഫെസ്റ്റിവലാണ് വർണ്ണം, തരംഗം എന്ന് പറയുന്നത്. സോ നല്ലൊരു കോളേജ് തന്നെയാണ്. അടുത്ത ഫിസാറ്റ്, ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അങ്കമാലി. ഫിസാറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫിസാറ്റിൽ റോബോട്ടിക്സ് ലാബ്സ് ഒക്കെ പ്രൊവൈഡ് ഒക്കെയാണ്. പിന്നെ റിസർച്ച് സെൻറ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. കോർ പ്ലേസ്മെൻറ്റ് നമുക്കറിയാം, നമ്മൾ പല എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആകെ കമ്പ്യൂട്ടർ സയൻസിലും ഇലക്ട്രോണിക്സിലും മാത്രം പ്ലേസ്മെൻറ്റ് നടക്കും. പിന്നെ മെക്കും സിവിലും ട്രിപ്പിളിയിലും വരുന്ന കോറ് കമ്പനീസൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഈ സ്റ്റുഡൻസ് ഒന്ന് പിന്നെ എംടെക്കിന് പോകും, അല്ലെങ്കിൽ ബാക്കി CSCയിലേക്ക് വന്ന പ്ലേസ്മെൻറ്റ് ഇരിക്കും. പക്ഷേ ഈ ഫിസാറ്റിലൊക്കെ എന്ന് വെച്ചാൽ കോർ ബ്രാഞ്ചസിനൊക്കെ പ്ലേസ്മെൻറ്റ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടുത്തെ അലുമിനീസാണ് രാകേഷ് റോയി, പിന്നെ നമ്മുടെ നിവിൻ പോളി, ജോസ് ആൻ്റണി, ക്യൂൻ സിനിമയിലൊക്കെ നായകൻ, ജനഗണമനയൊക്കെ അതിൻ്റെയൊക്കെ സംവിധായകനായ ജോസ് ആൻ്റണി പോലെയുള്ളവരൊക്കെ ഇവിടെ പഠിച്ചിറങ്ങിയവരാണ്. അടുത്ത കോളേജാണ് SCT, ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ട്രിവാൻഡ്രം. നമ്മളെ പത്മനാഭൻ്റെ മണ്ണിലുള്ള കോളേജാണ് അല്ലേ. കോർ ബ്രാഞ്ചസിന് പുറമെ നൂതനമായിട്ടുള്ള കോഴ്സ് ആൻഡ് ഇലക്റ്റീവ്, റെയർ എലക്റ്റീവ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജാണ്. പിന്നെ ഇവിടുത്തെ അലുമിനീസ് എന്ന് പറയുന്നത് വിവേക് ഫ്രാൻസിസ്, രാഹുൽ നാഥ് IAS ഒക്കെ, ഒരുപാട് സിവിൽ സർവീസ് മേഖലയിലൊക്കെ ഉള്ളവരൊക്കെ പഠിച്ചിറങ്ങിയ ഒരു കോളേജാണ് SCT. അതേപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കോളേജ് കൂടിയാണ് ബാർട്ടൺ ഹില്ല്. നല്ല അടിപൊളി കോളേജ് തന്നെയാണ്. ചെറിയൊരു ക്യാമ്പസാണ് അല്ലേ, വലിയൊരു കോളേജ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ചെറിയൊരു ക്യാമ്പസാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ക്യാമ്പസാണ്. നല്ല പ്ലേസ്മെൻ്റ് ഉണ്ട് ബാർട്ടൺ ഹില്ലിൽ. ട്രിവാൻഡ്രത്ത് തന്നെയുള്ള മറ്റൊരു കോളേജാണ്. ഇവിടുത്തെ അലുമിനിയാണ് ഹരിത വി കുമാർ, നമ്മളൊക്കെ ഒരു അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഹരിത വി കുമാർ IAS മലയാളിയുടെ അഭിമാനമാണ്. ഇവിടുത്തെ ടെക്നോകൾച്ചറലാണ് ഫെസ്റ്റ് ആഗ്നേയ എന്ന് പറയുന്നത് ബാർട്ടൺ ഹില്ലിൽ. ഓക്കെ, അതും കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കണം, ബാർട്ടൺ ഹിൽ കോളേജ് കൂടി. അടുത്ത ലിസ്റ്റിൽ വരുന്ന LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ, ട്രിവാൻഡ്രം, തിരുവനന്തപുരത്തുള്ള ഒരു വുമൺസ് എഞ്ചിനീയറിംഗ് കോളേജാണ്. 80 to 90% പ്ലേസ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ പൂജപ്പുരയിലുള്ള കോളേജ് തന്നെയാണ്. LBSൻ്റെ ഫുൾ ഫോം ലാൽ ബഹദൂർ ശാസ്ത്രി, ഫസ്റ്റ് വുമൺ എഞ്ചിനീയറിംഗ് കോളേജാണ് കേരളത്തിലെ. അത്യാവശ്യം ഇപ്പോൾ വുമൺസ് മാത്രമായിട്ടുള്ള അതിൻ്റേതായ ഒരു ഗുണം ഉണ്ടാവും, അതിൻ്റേതായ ഒരു ദോഷം ഉണ്ടാവും അല്ലേ. അതിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തൊരു കോളേജാണ്. നല്ലൊരു കോളേജ് തന്നെയാണ് LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ. സോ നമ്മൾ ഒരുപാട് കോളേജസിൻ്റെ ഒക്കെ പേര് പറഞ്ഞു, ഇനിയും പേര് പറയാത്ത കുറേ കോളേജസുകളുണ്ട്. MBCET ഉണ്ട്, MBCCET ഉണ്ട്, ASAT, വിദ്യ അക്കാദമി, GC പാലക്കാട്, സെയിൻറ്റ് ഗിറ്റ്സ് കോട്ടയം, LBS കാസർഗോഡ്, GC കോഴിക്കോട്, MES കോളേജ് മലപ്പുറം, അമൽജ്യോതി, വിശ്വജ്യോതി, ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട, ടോക്കച്ച് എഞ്ചിനീയറിംഗ് കോളേജസ്, അങ്ങനെ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജസ് അടുത്തടുത്ത ലിസ്റ്റായിട്ടൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സ് എന്താ, നിങ്ങൾക്ക് പറ്റുന്ന ഒരു പിന്നെ ഇപ്പോൾ അടുത്തുള്ള കോളേജിൽ പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ കിട്ടും, ഒരുപാട് എക്സ്പോഷറൊക്കെ കിട്ടും, ഒരുപാട് അലുമിനീസായിട്ട് ബന്ധപ്പെടാൻ പറ്റും, നെറ്റ്വർക്കിംഗ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഒരിക്കലും നോക്കണം നിങ്ങൾ അടുത്ത് നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു കോളേജല്ല. നിങ്ങൾ വീട്ടിലത്തെ സാഹചര്യം എങ്ങനെയാണെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളൊരു റാങ്കിനും നിങ്ങൾക്കൊരു കഴിവിനും പറ്റിയ ഒരു മികച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ പോവുക. അപ്പോൾ പിന്നെ ഒരുപാട് സ്കോളർഷിപ്പൊക്കെ കിട്ടുന്നതായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്തായാലും ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നില്ല, അടുത്തൊരു വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക്
നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്തൊക്കെ സ്കോളർഷിപ്പാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവിടുത്തെ ടീച്ചേഴ്സിനോട് എങ്ങനെ പെരുമാറണം, സ്റ്റുഡൻസിനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ 4 കൊല്ലം കൊണ്ട് നല്ലൊരു ക്യാരക്ടറുള്ള നല്ലൊരു പ്ലേസ്മെൻ്റ് ഒക്കെ വാങ്ങി നല്ലൊരു അഭിമാനകരമായ ഒരു നേട്ടത്തിലൂടെ ഒരു കടന്നു വരാമെന്ന് നിങ്ങൾക്ക് ഒരു വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ ആയി ഞാൻ ചെയ്യാം. സോ താങ്ക് യു.